ഹലോ ഓൾ, സോ ദിസ് ഇസ് ദീപ്തി തോമസ് ഫ്രം ടീച്ചേഴ്സ് അക്കാഡമി. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ OET റീഡിംഗ് A പാർട്ടിൽ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ശരിക്കും ആദ്യത്തെ 1 to 7 ആണോ അതോ 8 to 13 ആണോ, ഏതാണ് ആദ്യം നോക്കേണ്ടത് ടൈം സേവ് ചെയ്യാനായിട്ട് എന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പല സ്റ്റുഡൻസും പല രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. സോ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. So good morning everyone. Once again let's discuss some basic things in part A. Okay, നമുക്ക് part A ല് how to approach questions in part A ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. Because like I said before, നമുക്ക് 15 മിനിറ്റ് ആണ് 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ. സോ ആ 20 ക്വസ്റ്റ്യൻ എഫക്റ്റീവ്ലി നമുക്ക് ആ 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കണം എന്നാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ അതിന് കുറെ കാര്യങ്ങളുണ്ട്. സോ നൗ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ ടു അപ്രോച്ച് ക്വസ്റ്റ്യൻ ഇൻ പാർട്ട് എ. എല്ലാവരും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത് അവരവരുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ചാണ്. ബട്ട് വിത്തിൻ ടൈം അല്ലെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അതിനായി ഒരു എഫക്റ്റീവായ ഒരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനിയും ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ പേടി അല്ലേ. പിന്നെ പോരാത്തതിന് ആർട്ടിക്കിളിനെ കുറിച്ചൊരു ഫെമിലാരിറ്റി ഇല്ല, പുതുതായിട്ടൊരു ഡിസീസ് കണ്ടീഷനെ കാണുന്നു. അപ്പം എങ്ങനെ ചെയ്യും, എങ്ങനെ വരും, എനിക്ക് ആൻസേഴ്സ് കിട്ടുമോ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ കിട്ടുമോ, അതൊരു ഡൗട്ട്. കാരണം നമ്മുടെ കോൺഫിഡൻസ് നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഭയങ്കര ഡൗൺ ആയി കിടക്കുന്ന ഒരു സമയമാണ്. ബിക്കോസ് എല്ലാം കൂടി കാണുമ്പോൾ ഒരു പേടി. അതിന്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടിയാണ് വരുന്നത്. സോ അവിടെ നമുക്ക് എങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോകാം, അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് പാർട്ടിക്കകത്ത്? വി ഹാവ് 20 ക്വസ്റ്റ്യൻസ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20 ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാം ഇച്ചിരി കൂടി ഡിഫിക്കൾട്ട് ആയത് അല്ലെങ്കിൽ ഇച്ചിരി ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പാർട്ടാണ് ലാസ്റ്റിലത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പാരാഫ്രേസ് ചെയ്തിട്ട് വരാൻ പോകുന്നത്. അതാണ് ഇച്ചിരി കൂടി ഡിഫിക്കൾട്ട്. അവിടെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ എന്ത് ഫിൽ ചെയ്യണം നമ്മൾ എഴുതേണ്ടത്. Okay, so compared to the question from 1 to 14, 15 to 20 questions are comparatively very difficult. Okay, so എല്ലാവരും എന്താണ് ചെയ്യുന്നത്, ആദ്യമേ തന്നെ വന്നിട്ട് 15 to 20 questions ആണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതവർക്കൊരു പേടിയായിട്ടായിരിക്കാം. ബിക്കോസ് ഇതാണ് പാട്, ഇത് ആദ്യം ചെയ്യാം എന്നിട്ട് നമുക്ക് ഈസിയിലോട്ട് പോകാമെന്നായിരിക്കും അവർക്ക് ധാരണ. ചിലപ്പോൾ അവർക്കതായിരിക്കും കംഫർട്ടബിൾ, അങ്ങനെയായിരിക്കും അവർ പഠിച്ചത്. ബട്ട് നിങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെങ്കിൽ the best way to approach your question in part A is the way already OET തന്ന ഒരു മെത്തേഡ് തന്നെയാണ് കറക്റ്റ് ആയ മെത്തേഡ്. That's what it's written here. The best way to approach part A is the way OET has already formally asserted. നേരത്തെ OET തന്നെ തന്ന രീതിയാണ് ബെസ്റ്റ്. 1 to 7, 8 to 14, 15 to 20. That is the way that we should attend all the questions. Okay, വിത്തിൻ ടൈം റേഞ്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ദാറ്റ് വിൽ ഹെൽപ്പ് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ എക്സാമിനേഷൻ ഹാളിന്റെ സാഹചര്യം എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് അങ്ങ് ഉള്ളിൽ ടെൻഷനാണ്. ഓക്കെ, ആ ടെൻഷൻ വെച്ചിട്ട് നമ്മൾ ചാടിക്കേറി ഈ 15-20 വരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ടൈം ഇച്ചിരി കൺസ്യൂം ചെയ്യും. ഓക്കെ, ടൈം കൺസ്യൂമും ചെയ്യും. പ്ലസ് ഇവിടെ നമുക്ക് ഇൻറ്റൻസ് റീഡിങ്ങിന്റെ ആവശ്യമുണ്ട്. നമുക്ക് ഊഹിച്ച ആൻസർ നമുക്ക് ഇതായിരിക്കണം അല്ലെങ്കിൽ ഇതാവണം എന്ന് നമുക്ക് പറയാനുള്ള ഒരു ഫെമിലാരിറ്റി നമുക്ക് ആർട്ടിക്കിളിൽ നിന്ന് ഇല്ല. അപ്പം ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ 15-20 പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആകും, നമുക്ക് ഇൻറ്റൻസ് റീഡിങ്ങിന്റെ ആവശ്യം വരും, നമ്മുടെ ടൈം കൺസ്യൂം ആകും, നമുക്ക് ആർട്ടിക്കിളിനെ ഫെമിലാരിറ്റി ഇല്ല. അപ്പം അത് വരുമ്പോൾ നമ്മൾ ഒത്തിരി സമയം എടുത്ത് ചെയ്തു പോകുമ്പോൾ നമുക്ക് അങ്ങ് ഉള്ളിൽ പേടി തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ 15-20 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമ്മൾ 8 to 14 ചെയ്യുന്നു, ഇനിയും 1 to 7 കിടപ്പുണ്ടല്ലോ, ഇനി ഞാൻ ഇതൊക്കെ എങ്ങനെ തീർക്കും, എങ്ങനെ ചെയ്യും എന്നൊരു ഉള്ളിൽ ഭയം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺമുമ്പിലിരിക്കുന്ന ആൻസർ പോലും നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ട് വരാറുണ്ട്.
ഓക്കെ, സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ? ഈ തന്ന രീതി തന്നെയാണ് ബെസ്റ്റ് വേ. 1 to 7, 8 to 14, 15 to 20. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ബിക്കോസ് 1 to 7 ക്വസ്റ്റ്യൻസ്. എന്താണ് ക്വസ്റ്റ്യൻ? അതിൽ നിങ്ങൾ ഏത് ടെക്സ്റ്റിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് ഏത് ടെക്സ്റ്റിലാണെന്ന് മാത്രം നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കോണ്ടന്റ്. നമ്മളുടെ ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി. ഈ പാർട്ട് എക്കകത്ത് 4 ടെക്സ്റ്റ് ഇല്ലേ? ടെക്സ്റ്റ് എ, ബി, സി, ഡി. ഈ 4 ടെക്സ്റ്റിൽ ഏതൊക്കെ കോണ്ടന്റ് ആണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യണം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്, നമുക്ക് ആദ്യത്തെ 15 മിനിറ്റിൽ, ആദ്യത്തെ 2 മിനിറ്റിൽ നമ്മൾ പാർട്ട് എയുടെ ടെക്സ്റ്റ് എ, ബി, സിയിൽ ഡിസീസ് കണ്ടീഷന്റെ സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, മാനേജ്മെന്റ്, റിസ്ക് ഫാക്ടേഴ്സ്, കോംപ്ലിക്കേഷൻസ്, ഇൻട്രൊഡക്ഷൻ, ഇതൊക്കെ എവിടെയാണ് അവിടെ ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ 2-3 മിനിറ്റിൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് 1 to 7 ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇച്ചിരി കൂടി ഈസിയാണ്. ബിക്കോസ് ആ ഒരു ക്വസ്റ്റ്യൻ സിംറ്റം ആണോ ചോദിക്കുന്നത്, ട്രീറ്റ്മെന്റ് ആണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണോ, കോംപ്ലിക്കേഷൻസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇച്ചിരി കൂടി ഈസി ആകും. ബിക്കോസ് നമുക്ക് അവിടെ ഊഹിക്കാൻ പറ്റും, നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ടെക്സ്റ്റ് ബിയിലായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി ടെക്സ്റ്റ് ബിയിൽ വായിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് ആദ്യത്തെ 2-3 മിനിറ്റ് കോണ്ടന്റ് നമ്മൾ ഏതൊക്കെ ടെക്സ്റ്റിലാണെന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 to 7 ക്വസ്റ്റ്യൻ വായിക്കുക. 1 to 7 ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറഞ്ഞത്? ഏത് ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നത് മാത്രം നമ്മൾക്ക് എഴുതാൻ മതിയല്ലോ, അല്ലേ? ഏത് ടെക്സ്റ്റിലാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഇവിടെ നമുക്ക് ഊഹിക്കാം, നമുക്ക് എസ്യൂം ചെയ്യാം. ബിക്കോസ് നമുക്ക് അറിയാം സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഇതൊക്കെ എവിടെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി വന്നതുകൊണ്ട് 1 to 7 ക്വസ്റ്റ്യൻ നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയി മാറും. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ഈ ഗുഡ് പാഷർ സിൻഡ്രോം, നമ്മളിപ്പോൾ ഗുഡ് പാഷർ സിൻഡ്രോമിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഗുഡ് പാഷർ സിൻഡ്രോം നമുക്കൊരു മെറ്റീരിയൽ കിട്ടിയെങ്കിൽ നമുക്ക് എന്തായാലും ഗുഡ് പാഷർ സിൻഡ്രോം എന്താണ്, അതിന്റെ ഫാക്ടേഴ്സിനെ കുറിച്ച് ടെക്സ്റ്റ് ഏക്കാത്ത സംസാരിക്കുന്നുണ്ട്. ഗുഡ് പാഷർ സിൻഡ്രോം എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബിയിലോട്ട് വരുമ്പം സയൻസ്. ഓക്കെ, സയൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സിംറ്റംസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടെക്സ്റ്റ് ബിക്കകത്ത് ഡയഗ്നോസിസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഐഡിയ കിട്ടി. ടെക്സ്റ്റ് എയിൽ വരുമ്പോൾ എന്താണ്? ഇൻട്രൊഡക്ഷനും റിസ്ക് ഫാക്ടറും. ടെക്സ്റ്റ് ബി വരുമ്പം സിംറ്റംസും ഡയഗ്നോസിസും ഉണ്ട്. ടെക്സ്റ്റ് സി വരുമ്പോൾ ട്രീറ്റ്മെന്റ്. കണ്ടോ, മരുന്നുകളും എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ഡി വരുമ്പോൾ അവിടെയും ഏകദേശം മാനേജ്മെന്റ് കുറിച്ചാണ് സംസാരിക്കുന്നത്. നോക്കിക്കേ, മോർ ലങ് ആൻഡ് കിഡ്നി ഫംഗ്ഷൻ ക്യാൻ ബി പ്രിസർവ് ദ ബെറ്റർ. അപ്പോൾ ഇവിടെയും ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് തന്നെയാണ്. കണ്ടോ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടി. എക്കകത്ത് ഇൻട്രൊഡക്ഷൻ, ബിക്കകത്ത് സിംറ്റംസ് ആൻഡ് ഡയഗ്നോസിസ്, സിക്കകത്ത് ട്രീറ്റ്മെന്റ്, ഡിക്കകത്ത് ഒരു ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, ആ രീതിയിലാണ് പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഇച്ചിരി കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇച്ചിരി കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേക്ക്. കിഡ്നി ഫെയിലിയർ ഇസ് ഗുഡ് പാഷർ സിൻഡ്രോം സീരിയസ് ഔട്ട്കം. അപ്പം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാതെയും. കിഡ്നി ഫെയിലിയർ ഈസ് ഗുഡ് പാഷർ സിൻഡ്രോം സീരിയസ് ഔട്ട്കം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിംറ്റം ആയിട്ട് വരികയല്ലേ? ഗുഡ് പാഷർ സിൻഡ്രോമിന്റെ ഫലമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ കിഡ്നി ഫെയിലിയർ ഒരു സിംറ്റം ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട്, ഒരു സിംറ്റമിന്റെ കോണ്ടെക്സ്റ്റിലാണ് അത് പോകുന്നത് കൊണ്ട് ഏത് ടെക്സ്റ്റിലായിരിക്കണം? ടെക്സ്റ്റ് ബിയിൽ. നമ്മൾ അവിടെ അല്ലേ വായിച്ചത്, അല്ലേ? അപ്പോൾ ചാടിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ടെക്സ്റ്റ് ബിയിലോട്ട് പോയിട്ട് പെട്ടെന്ന് നോക്കാം അവിടെ കിഡ്നി ഫെയിലിയർ വല്ലതും സംസാരിക്കുന്നുണ്ടോ. കണ്ടോ, കിഡ്നി ഫെയിലിയർ സംസാരിക്കുന്നുണ്ട്, വന്നു. നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ടെക്സ്റ്റ് ബി എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ബീയിങ് ആസ്തമാറ്റിക് ഇസ് ദ ഇനീഷ്യൽ സിംറ്റം, അവിടെയും ബി സിംറ്റം അല്ലായിരുന്നോ? ബ്ലീഡിങ് ഇൻ ദ ലങ്സ് ഇൻ സം കേസസ് ഇസ് കൺട്രോൾഡ് ബൈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, മരുന്നുകൾ എവിടെയാ സംസാരിച്ചത്? ടെക്സ്റ്റ് ഡി. അവിടെ നമുക്ക് ടെക്സ്റ്റ് ഡിയിലല്ല, ടെക്സ്റ്റ് സി, ട്രീറ്റ്മെന്റ് ടെക്സ്റ്റ് സിയിലല്ലായിരുന്നോ? ടെക്സ്റ്റ് സിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ടെക്സ്റ്റ് സിയിൽ പോയിട്ട് നമുക്ക് പോയി നോക്കാം അവിടെ ഇൻട്രാവീനസ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ. സോ 1 to 7 ക്വസ്റ്റ്യനിൽ സമയം കുറവായതുകൊണ്ട് നിങ്ങൾക്കത് ഇച്ചിരിയും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ
നമുക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആകുന്നുണ്ട്. ഓക്കെ ഫൈൻ, ഞാൻ 1 to 7 ക്വസ്റ്റ്യൻ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ എനിക്ക് തീർക്കാൻ പറ്റുമല്ലോ. ബിക്കോസ് എനിക്ക് കോൺടാക്ട് ആർട്ടിക്കലിനെ കുറിച്ച് ഞാൻ ഏകദേശം പഠിച്ചിട്ടും പ്ലസ് 1 to 7 ചെയ്തത് കൊണ്ട് എനിക്കൊരു 20 to 30% ആർട്ടിക്കലിനെ കുറിച്ചൊരു ഫെമിലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, എനിക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റി. അപ്പോൾ 1 to 7 എങ്കിലും കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസത്തോടെ നിങ്ങൾക്ക് 8 to 14 ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, ഇനി 8 to 14 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലെയാണ്. അവിടെയും നിങ്ങൾക്ക് എന്താണ് സെയിം ഒരു ടെക്നീക്ക് ഉപയോഗിച്ചിട്ട് 8 to 14 ചെയ്യാം അല്ലേ. ഹൗ മെനി ഇയേഴ്സ് ഇസ് എ ഇമ്മ്യൂണോസപ്രസീവ് തെറപ്പി ഈസ് കാരിഡ് ഔട്ട്, അതെവിടെയായിരിക്കും? ടെക്സ്റ്റ് സിയിലോ ഡിയിലായിരിക്കും. ബിക്കോസ് രണ്ടിലും ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് പോയിട്ട് ടെക്സ്റ്റ് ഡിയിൽ അല്ലെങ്കിൽ സിയിൽ സംസാരിക്കുന്നുണ്ടോ, സിയിലോ ഡിയിലോ സംസാരിക്കുന്നുണ്ടോ നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ 15 to 20 വരുമ്പോൾ നമുക്ക് എന്താണ് 1 to 14 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ചെയ്തല്ലോ എന്നൊരു കോൺഫിഡൻസോടെയാണ് നമ്മൾ താഴോട്ട് വരുന്നത്. പ്ലസ് അവിടെ ഇനിയും ഇവിടെയാണ് നമുക്ക് ഇച്ചിരി കൂടി ഡിഫിക്കൽട്ടി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇതെന്താണ് പാരഫ്രേസ് ചെയ്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ആ ഒരു ഗ്യാപ്പ് ആണ് നമ്മൾ ഫിൽ ചെയ്യുന്നത്. സോ ഒരിക്കലും നമുക്ക് നമ്മുടെ ഊഹിച്ച ആൻസറോ നമുക്ക് തോന്നിയ ആൻസറോ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യണമെങ്കിൽ ആർട്ടിക്കിളിൽ ഏത് രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ പോണം അല്ലേ. അപ്പം ആ ഒരു കാര്യത്തിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് അത്രത്തോളം ഇന്റൻസ് ആർട്ടിക്കിളിനെ കുറിച്ച് അത്രത്തോളം ഫെമിലാരിറ്റിയും അത്രത്തോളം ഇന്റൻസ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യണം അല്ലേ. അപ്പം 1 to 14 വരെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ആർട്ടിക്കിളിനെ കുറിച്ച് ഒരു 60% 50% നമ്മൾ ഫെമിലാരിറ്റി ആയിട്ടാണ്, അല്ലെങ്കിൽ 70% ഫെമിലാരിറ്റി ആയിട്ടാണ് നമ്മൾ താഴോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിനെ കുറിച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മൾ ഏകദേശം പഠിച്ചിട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് 15 to 20 വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യങ്ങളൊക്കെ ഊഹിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഇവിടെ ആയിരിക്കാം സംസാരിക്കുന്നത്. ബിക്കോസ് ഞാൻ ഇത്രത്തോളം ചെയ്ത് വന്നതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. മനസ്സിലായോ? ഒന്നും അറിയാണ്ട് ആർട്ടിക്കിളിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാണ്ട് ജസ്റ്റ് കോണ്ടന്റ് മനസ്സിലാക്കിയിട്ട് ചാടിക്കടി നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. ബിക്കോസ് അത് പാരഫ്രേസ് ചെയ്തിട്ടായിരിക്കും കൂടുതലായിട്ട് വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് അസ്യൂം ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ കറക്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് ലൈനിൽ എവിടെ ആയിരിക്കും എന്ന് നമ്മൾ തപ്പി പോണം. ക്ലിയർ ആണോ? സോ ഇവിടെ നിങ്ങൾ തുടക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ ചെയ്താൽ നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. സോ ഇൻ ഓർഡർ ടു ബിൽഡ് യുവർ കോൺഫിഡൻസ് നമുക്ക് പാർട്ടിക്കകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മൾ കറക്റ്റ് കോൺഫിഡൻസോടെ പോയാൽ മാത്രമേ നമുക്ക് പാർട്ടേ വിത്തിൻ ടൈം റേഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ the thing that we must do is we must not lose our confidence. ഈ 15-20 ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഇത്ര സമയം പോയല്ലോ, ഇനി എനിക്ക് മേളിലത്തെ ക്വസ്റ്റ്യൻസ് കിടക്കുന്നേ ഉള്ളല്ലോ, ഞാൻ ഇതൊക്കെ എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് വരുമ്പോഴായിരിക്കും നമ്മുടെ കോൺഫിഡൻസ് അവിടെ താഴെ പോകുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് വിത്ത് ദാറ്റ്, ബിക്കോസ് 20 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇതിനെ ഇച്ചിരി 15-20ക്ക് മാർക്ക് കൂടുതൽ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല, എല്ലാത്തിനും സെയിം മാർക്ക് തന്നെയാണ് അല്ലെ. 15-20ക്കും സെയിം മാർക്കാണ്, മേളിലത്തെ ഉള്ള ക്വസ്റ്റ്യൻസിനും സെയിം മാർക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ വൈ നമ്മുടെ ഒരു കോൺഫിഡൻസ് കളഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യം എന്തുവാ? ഈസിന്ന് ഡിഫിക്കൽട്ടിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈസി ചെയ്ത് നമ്മൾ വരുമ്പോൾ നമുക്കൊരു ഫെമിലാരിറ്റി വന്ന് തുടങ്ങും. നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം, എങ്ങനെ മനസ്സിലാക്കി പോകണം, എങ്ങനെയാണ്, എവിടെയാണ്, എന്തൊക്കെയാണ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കി നമ്മൾ പോകുമ്പോൾ 15 to 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇച്ചിരിയും കൂടി ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആർട്ടിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇന്റൻസ് റീഡിങ്ങിന്റെ ആവശ്യം വരുന്നത്. ക്ലിയർ ആണോ? സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. OET തന്ന രീതി is the best way to approach your questions so that you can complete your questions within the given time frame. ആ ടൈം ഫ്രെയിമിന് ഉള്ളിൽ തന്നെ ക്വസ്റ്റ്യൻസ് തീർക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഈ തന്ന രീതി തന്നെ പോകണം. 1 to 7, 8 to 14, 15 to 20. ബിക്കോസ് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അയ്യോ 1 to 7 എനിക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അത് ഈസി ആയിരുന്നു, അതൊന്ന് ചെയ്താൽ മതിയായിരുന്നു, ടെക്സ്റ്റ് ചെയ്താന്ന് എഴുതിയാൽ മതി, ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലതായിരിക്കും എന്താണ് ഈസി ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത്.
ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഷുഡ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ബേസിക്കലി എന്താണ് നമ്മൾ ആദ്യം ആർട്ടിക്കലിന് 4 ടെക്സ്റ്റ്, ഏതൊക്കെ ടെക്സ്റ്റിൽ ഏതൊക്കെ കാര്യങ്ങളാണ് മെയിൻലി സംസാരിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരിക. ക്വസ്റ്റ്യൻ വരുമ്പോൾ 15 to 20 ആദ്യമേ തുടങ്ങേണ്ട ആവശ്യമില്ല. ബിക്കോസ് 15 to 20 ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ദാറ്റ് വിൽ കൺസ്യൂം യുവർ ടൈം മോർ. ഓക്കെ, എന്നിട്ട് പിന്നെ മേലോട്ട് വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ടെൻഷനും നമ്മുടെ കോൺഫിഡൻസും ഒക്കെ ഭയങ്കര അതായി പോകുമ്പോൾ നമുക്ക് ടെൻഷൻ കാരണം ചിലപ്പം നമ്മുടെ കൺമുമ്പിലിരിക്കുന്ന ആൻസർ വരെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കാണാതെ പോകാറുണ്ട്. ദാറ്റ് ഹാസ് ഹാപ്പൻ ടു മെനി പീപ്പിൾ. അതുകൊണ്ടാണ് നമ്മൾ ഡിഫിക്കൾട്ട് ചെയ്ത് നമ്മുടെ സമയം അവിടെ തന്നെ കൺസ്യൂം ചെയ്തിട്ട് എല്ലാം എടുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇൻസ്റ്റെഡ് 1 to 7 ചെയ്തിട്ട് 8 to 14 ചെയ്തിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ വി ആർ ഫെമിലിയർ വിത്ത് ദി ആർട്ടിക്കൽ. അവിടെ ബിക്കോസ് നമ്മൾ ആ 1 to 8, 14 ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് അത്രത്തോളം നമ്മൾ വായിച്ച് മനസ്സിലാക്കി പോണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓക്കെ, ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാം, ഇതിങ്ങനെ ആയിരിക്കണം. ഓക്കെ, നമുക്കൊരു ഐഡിയ കിട്ടിക്കൊണ്ടിരിക്കും. So the very basic thing that you have to do is you have to make yourself familiar with the article. ആർട്ടിക്കലുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആകണമെങ്കിൽ നമുക്ക് 5 മിനിറ്റ് സെപ്പറേറ്റ് എടുത്തത് വായിക്കേണ്ട സമയമില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇരുന്ന് വായിക്കായിരുന്നു. വി ഡോണ്ട് ഹാവ് ടൈം. സോ നമുക്ക് റീഡും ചെയ്യണം, നമുക്ക് ആർട്ടിക്കലിനെ കുറിച്ച് ഫെമിലിയാരിറ്റി കൊണ്ടുവരികയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ടൈം ക്ലെവർ ആയിട്ട് ഉപയോഗിക്കണം. എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ക്ലെവർ ആയിട്ട്? നമുക്ക് 5 മിനിറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് ആർട്ടിക്കൽ വായിച്ചു പോയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആർട്ടിക്കൽ റീഡും ചെയ്യാം, അവിടെ ക്വസ്റ്റ്യനും ചെയ്തുകൊണ്ട് പോവാം. ക്ലിയർ ആണോ? അപ്പോൾ 1 to 7 അതാണ് ബെസ്റ്റ് വേ ടു റീഡ് ആൻഡ് ഡു ദ ആൻസേഴ്സ്. അപ്പോൾ റീഡും ചെയ്തു പോകാം, ആൻസേഴ്സും ചെയ്തു പോകാം. അപ്പം നമ്മുടെ ടൈം അവിടെ തന്നെ നമ്മൾ 2 രീതിയിൽ ഉപയോഗിച്ചില്ലേ? വായനയും നടക്കുന്നുണ്ട്, നമ്മുടെ ആൻസേഴ്സും കിട്ടുന്നുണ്ട്. സെപ്പറേറ്റ് നമുക്ക് എടുത്ത് 15 to 20 ചെയ്യാൻ വേണ്ടി നമുക്ക് ആർട്ടിക്കലിനെ കുറിച്ച് ഫെമിലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇരുന്ന് വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഡു ദ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് സോ ദാറ്റ് യു ക്യാൻ മേക്ക് യുവർ സെൽഫ് ഫെമിലിയർ വിത്ത് ദി ആർട്ടിക്കൽ. ആർട്ടിക്കലുമായിട്ട് നിങ്ങളെ തന്നെ ഫെമിലിയർ ആക്കാനും ആർട്ടിക്കലിനെ കുറിച്ച് കാര്യങ്ങൾ ഇച്ചിരി കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 1 to 7 ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഫെമിലിയർ 30%, 40% ഫെമിലാരിറ്റി ആയി. Then again you come down to 8 to 14 question. You are doing the questions, you are reading the article, you are understanding the context of the question, you are understanding more about the content in the article, you are doing 8 to 14. And then you come back to 15 to 20, you are almost ready or you are almost familiar with the article. 70-80% നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 15-20 ചെയ്യുമ്പോൾ യു ക്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ അല്ലെങ്കിൽ നേരത്തെ നല്ല രീതിയിൽ നിങ്ങൾക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം നമ്മൾ നോക്കണം. അലോങ് വിത്ത് ദാറ്റ് ബ്ലാങ്കിന്റെ അപ്പുറത്തിപ്പുറത്ത് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നും കൂടി നമ്മൾ നോക്കണം. എന്തൊക്കെ ബിലോ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിലോ അണ്ടർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. മിക്ക ആൾക്കാർ വരുന്ന ചോദ്യങ്ങളാണ് ബ്ലാങ്കിന്റെ അപ്പുറത്തിപ്പുറത്തുള്ളെങ്കിൽ ഞങ്ങൾ എഴുതിയ തെറ്റുണ്ടോ? ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി റോങ്. ബിക്കോസ് നമ്മൾ എന്താണ് ആ ഗ്യാപ്പാണ് ഫിൽ ചെയ്യുന്നത്. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുമ്പോൾ ആ സെന്റൻസിന് സെൻസ് ഉണ്ടാവണം. സെൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി ആ സെന്റൻസ് കറക്റ്റ് ആയിരിക്കണം. വെൻ ഇറ്റ് കംസ് ടു ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ കുഴപ്പമില്ല. ബിക്കോസ് അത് വിച്ച് വട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നോ പ്രോബ്ലം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ഗ്യാപ്പാണ് അത് ഫിൽ ചെയ്യുന്നത്. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എഴുതിയ കാര്യം പിന്നെ എഴുതിയ സെന്റൻസ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയി പോകത്തില്ലേ? അതുകൊണ്ട് യു ഹാവ് ടു മേക്ക് ഷുവർ what is written before and after the gap. Okay, an article you have to make sure that I am writing the article because the sentence has to make grammatically sensible. Okay, so I hope ellarkum ee oru session inna valare benefit kittum. So try to make yourself familiar with the article by reading the question and doing the simple questions at the same time so as to manage your time effectively. Okay, so thank you so much.